കണ്ട ചേട്ടായി, എന്നാലും അവളമാരെന്നെ കൂട്ടിയില്ല. ചായ ഉണ്ടാക്കിയേ. അതാണെങ്കിൽ തന്നെ വെക്ക്. ഡ്യൂട്ടിയാണോ? എനിക്ക് ഡ്യൂട്ടിയാ. ഡ്യൂട്ടിയാണോ? അതെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് രാവിലെ പോകാം. രാവിലെ പോയിട്ട് പിള്ളേരുടെ കുട്ടി ഇവിടുന്ന് ഒരു 5 മണിക്ക് പോകാം. എന്നിട്ട് നമുക്ക് അവിടെ ഡബിളിന് ചെന്നിട്ട് എന്നാന്ന് വെച്ച് നോക്കാം. രാവിലെ നോക്കാം. അന്ന് ഓഫല്ലേ എന്താണല്ലോ. ജിൻസ് വിളിക്കുന്നുണ്ട്. എന്താ വള്ളിക്കെട്ടാട്ടാ എന്റെ വിളിക്കണേ? എന്നാണ് ഇത് നടക്കില്ല. ഓരോന്നും ഒരു പണിയില്ലാതെ അങ്ങ് വിളിച്ചോളൂ. ഹലോ ആൽവിൻ. മാഷേ പറ. വീക്കെൻഡ് ഓഫല്ലേ? ഓഫാണല്ലോ. ഓഫാണോ? നമുക്കൊന്നൊരു കാര്യം സെറ്റ് ചെയ്താലോ? ഏത് ഈ വീക്കെൻഡ് ആണോ പറയണേ? ഹലോ, നമുക്ക് സെറ്റ് ചെയ്യാം, അത് പ്രശ്നമില്ല. ഞാൻ നോക്കട്ടെ. ഹലോ, അത് മാഷെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാനൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കാം. ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നോക്കിയിട്ട് വിളിക്കാം. അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം. നടക്കില്ല. എനിക്കറിയാം ജിൻസ് വിളിച്ച എന്തിനാണ് എനിക്കറിയാം. നടക്കില്ല. ഈ വീക്കെൻഡ് എന്താണ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഒരു ഫാമിലി ടൈം ഇല്ല. ഒരു വീക്കെൻഡ് കിട്ടി അപ്പം ഈ ആഴ്ച നമുക്ക് പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച നടക്കില്ല. വേണ്ട, എനിക്ക് കേൾക്കണേ. എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇനി ഞാനൊന്നും പറയുന്നില്ല. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. റോസേ. ചേച്ചി എന്തേ? ചുമ്മാ ഇരിക്കുന്നു. അതാണ് ചേച്ചി, അവർ മാറി നിന്നിട്ടൊരു കോളൊക്കെ വിളിക്കണ ഞാൻ കണ്ടായിരുന്നു. നമുക്കത് എന്തായാലും പൂട്ടണം. അങ്ങനെയൊക്കെ ശരിയാവില്ലല്ലോ. എപ്പോഴും ഉണ്ട്, അവർക്ക് മാത്രം എൻജോയ്മെന്റ്. ഇതെന്തായാലും പൂട്ടണം, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ജിജിനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങോട്ട് കോൾ എത്തിയിട്ടുണ്ടോന്നൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. എന്താണെങ്കിലും നമുക്കിത് പൂട്ടിക്കണം. ഓക്കെ. ഹലോ, എന്താ വീക്കെൻഡോ? വീക്കെൻഡ് പരിപാടി ഒന്നുമില്ലല്ലോ. ആണോ? നമുക്ക് സെറ്റാക്കാം. ഓക്കെ, പൊളിക്കാം. ഓക്കെ. കൊള്ളാം. അതങ്ങ് ഏറ്റവും പ്രമോദേട്ടൻ. എനിക്ക് ഡ്യൂട്ടി ആണെന്നറിയില്ലേ വീക്കെൻഡ്. അപ്പൊ കൊച്ചിനെ ആരും നോക്കും? ജിജി. ശാലു ചേച്ചി, എന്നെ പരിപാടി? അങ്ങോട്ടല്ലോ കോള് വന്നു ജിജി. ഇവിടെ ജിക്സ് ആണല്ലോ വിളിക്കുന്നുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. റോസിനെ ഞാൻ വിളിച്ചായിരുന്നു. അവർ ഈ വീക്കെൻഡ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കരുത് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു നടത്തിക്കോളെ. എല്ലാ ആഴ്ചയായിട്ട് ഒരു വീക്കെൻഡില് ഇവർക്ക് പരിപാടി, കമ്പനി ഓടല്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇത് ഉടക്കു വയ്ക്കണം. എന്നാ നമ്മളത് പൊളിച്ചിട്ടേ ഉള്ളു കാര്യം. ഓക്കെ ചേച്ചി. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞ് ഉടക്കു വയ്ക്കണം. വേറെ ഒരുത്തരുണ്ടല്ലോ, ഏതിനും റെഡി ആയിട്ടിരിക്കണം ഒരുത്തൻ. ആ സനല്, അവനായിരിക്കും ഇതിന്റെ സൂത്രധാരൻ. ഗ്രൂപ്പ് കോളൊക്കെ. ഹലോ ഗൈസ്, എന്താണ് ഗ്രൂപ്പ് കോളൊക്കെ? എന്താ പരിപാടി? ഹലോ മാഷേ, നിങ്ങൾക്ക് ഈ വീക്കെൻഡ് എന്താ പരിപാടി? ഫ്രീ ആണോ? വീക്കെൻഡ് ഓഫാണ്. ഞാനും മേഘ ഓഫാണ്. എന്നിട്ട് പരിപാടി നമുക്ക് ചില്ലണോ? ചില്ലാക്കാന്ന് ഓർത്തിട്ടാ. ഓക്കെ, എന്നാ ചില്ല തന്നെ വൈബ്. ഞാൻ സാധനമായിട്ട് വരാം. വീക്കെൻഡ് നമുക്ക് പൊളിക്കാം, ചില്ലാക്കട്ടാ. എത്തിയോ? അവരൊക്കെ എന്തിച്ചി? 3 ഇരിപ്പുണ്ട്. മെയിൻ ആയിട്ടുള്ള അവനെങ്ങ് എത്തിയിട്ടില്ല. അവനെയാണ് നമുക്ക് പൂട്ടുന്നത്. നല്ല കയ്യോടെ നമുക്ക് പിടിക്കണം. അവനിങ്ങ് വരട്ടെ. എവിടെ? വന്നല്ലോ. മരം കണ്ടില്ലേ? ഒരു ചന്താടിയെ വെച്ചവന്റെ നടപ്പ് കണ്ടില്ലേ? എനിക്ക് കാണുമ്പോ ദേഷ്യം വരും. എനിക്ക് കണ്ടോളൂ ചേച്ചി. അതെ. നിക്കണവിടെ. എന്താണ് എന്താണ് പോലും ഒന്നും
ഇത് ഞങ്ങൾ കൈയോടെ പൊക്കിയിട്ടുണ്ട്. എന്ത് ആ കൈയോടെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. കയ്യോടെ പൊക്കാൻ ഇവിടെ എന്താ ഉണ്ടായേ? എടുക്കടാ നിങ്ങൾ ഉണ്ടായിരിക്കും സാധനം എടുക്കും. അല്ല ഇതിനകത്തല്ല. നിങ്ങൾ എന്താണ് എന്റെ വീട്ടിൽ കയറ്റാണ്ട് നിങ്ങൾ തടഞ്ഞു നിർത്തിയേക്കണത്? ഇത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്താ ഈ പ്രശ്നം ഉണ്ടാക്കണം, ഇത്രയ്ക്ക് അലമ്പുണ്ടാക്കുമ്പോ അതിനോട് എന്താ ഉണ്ടായിരുന്നത്? നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് മാച്ച് കാണണം, അത്രയും ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. അതിന് സനലിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. നിങ്ങളെന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത്രയധികം ഭൂകമ്പം ഉണ്ടാക്കുമ്പോ അതിനോടൊന്നും ഉണ്ടായില്ല. ഒന്ന് നന്നാവാൻ പോലും പെണ്ണുങ്ങൾ സമ്മതിക്കൂലേ? അതെ, ഒരു ഫുട്ബോൾ കാണാൻ പോലും സമ്മതിക്കില്ല. ഫുട്ബോൾ ഫുട്ബോൾ കാണാൻ